ഈ വർഷം ജൂണിൽ നടന്ന ആപ്പിളിൻ്റെ WWDC ഇവൻറ്റിൽ വെച്ചായിരുന്നു ആപ്പിളിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം തന്നെ ആപ്പിൾ അനൗൺസ് ചെയ്തത്. iOS 26, iPadOS 26, macOS 26, watchOS 26, tvOS 26 ഇങ്ങനെ നിരവധി OSകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് ഒഫീഷ്യലി ലഭിക്കും? അതോടൊപ്പം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഡിവൈസിലുണ്ടാകുന്ന ബഗ്ഗുകളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക്. അതിലെ ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊക്കെ ഡിവൈസുകൾ iOS 26 സപ്പോർട്ട് ചെയ്യും? ഇതാണ് ഇപ്പോൾ കറൻ്റ് ഉള്ള ലിസ്റ്റ്. അതായത് iOS 26 സപ്പോർട്ട് ചെയ്യുന്നത് iPhone 11 സീരീസ് മുതലാണ്. നിലവിൽ iOS 18 സപ്പോർട്ടുള്ള iPhone 10ഉം 10s ഉം 10R അതിന് താഴേക്കുള്ള ഡിവൈസുകളൊന്നും തന്നെ iOS 26 കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി മുതൽ ഓൾഡർ ജനറേഷൻ ഡിവൈസുകൾ, ഈ പറഞ്ഞ iPhone 10നും 10sനും 10s Maxനും ഒക്കെ അപ്ഡേറ്റ് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. iOS 26 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഓൾഡർ ജനറേഷൻ ഡിവൈസ് എന്ന് പറയുന്നത് iPhone 11 ആണ്. ഇതാണ് iPhone 11. സോ എന്തായാലും ഈ ഒരു iOS 26 റിലീസ് ചെയ്യുന്നതിന് ശേഷം iPhone 11 ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ നിലവിൽ iOS 26 പബ്ലിക് ബേറ്റ ആയിക്കോട്ടെ, ഡെവലപ്പർ ബേറ്റ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിവൈസിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഒഫീഷ്യൽ വേർഷൻ വരുമ്പോൾ, തിങ്കളാഴ്ച ഒഫീഷ്യൽ വേർഷൻ വരുമ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 9 ആപ്പിൾ നടത്തിയിട്ടുള്ള ഇവൻറ്റ്, iPhone 17 ഇവൻറ്റിന് ശേഷം iOS 26 RC വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കറൻ്റ്ലി ബേറ്റ റൺ ചെയ്യുന്ന ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് ആ ഒരു RC വേർഷൻ ലഭിച്ചിട്ടുമുണ്ട്. സോ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പം റൺ ചെയ്യുന്നത് ഫൈനൽ വേർഷനാണ്. iOS 26 തിങ്കളാഴ്ച വരാൻ പോകുന്ന അതേ വേർഷൻ തന്നെയാണ് നിങ്ങളുടെ ഡിവൈസിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇനി ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിവൈസ് ഓപ്പൺ ചെയ്യുക, സെറ്റിംഗ്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോവുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബേറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ബേറ്റ അപ്ഡേറ്റുകളുടെ നമ്പേഴ്സും അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഓഫ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓഫിൽ നിങ്ങളങ്ങ് ടാപ്പ് ചെയ്യുക. നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബേറ്റ അപ്ഡേറ്റുകൾ വരുന്നത് സ്റ്റോപ്പ് ആവും. അങ്ങനെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു RC വേർഷൻ അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. RC വേർഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ അത് കാണിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ RC വേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾ ബേറ്റ അപ്ഡേറ്റ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു ബേറ്റ അപ്ഡേറ്റ് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് ഡിസേബിൾ ചെയ്തുവാണെങ്കിൽ മുന്നോട്ട് പോകുമ്പം വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നോർമൽ അപ്ഡേറ്റ് തന്നെ ലഭിക്കും. ഇനി തിങ്കളാഴ്ച iOS 26 അപ്ഡേറ്റ് വരുന്നതിനോടൊപ്പം തന്നെ ഒരു ട്വിസ്റ്റും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. അതായത് തിങ്കളാഴ്ച മിക്കവാറും ആപ്പിൾ iOS 18 ഒരു അപ്ഡേറ്റും കൂടെ, അതായത് 18.7 അപ്ഡേറ്റ് പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷനിലേക്ക് പോകുമ്പം ആദ്യം കിടക്കുന്ന iOS 18.7 ആയിരിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും iOS 26 അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്, iOS 18.7 അപ്ഡേറ്റ് ചെയ്തിട്ട് വേണോ 26 പോകാൻ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി iOS 26 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. iOS 18.7 ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി iOS 26 നിങ്ങളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഡിവൈസിൻ്റെ ബാക്കപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക. അത് എടുത്ത് വെക്കാൻ പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ അപ്ഡേറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഡിവൈസിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ OT ആയിട്ട് വരും. ഇവിടെ ഒരു 8-10 GB ഒരു അപ്ഡേറ്റ് വന്ന് നടക്കും. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ ചെയ്തോളുക. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ബ്രാൻഡ് ന്യൂ റിലീസുകളൊക്കെ വരുമ്പം ഏറ്റവും ക്ലീനസ്റ്റ് മെത്തേഡ് ഓഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് iTunes ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് ഡിവൈസിൻ്റെ ബാക്കപ്പ്, ഇതിലെന്തൊക്കെ ഡേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് iTunesൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് എടുക്കാൻ സാധിക്കും. ബാക്കപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് iTunes ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഇതാണ്. ഇത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ കണ്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഡിവൈസിലുള്ള ഫുൾ ഡേറ്റയും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ട, അത് അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ, വീഡിയോ, അതുപോലെ വാട്സാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ മാക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോലെ ഒരു മാക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പ്, മാക്കിന് തന്നെ ഒരു ബിൽറ്റ് ഇൻ ഫോട്ടോസ് ആപ്പ് ഉണ്ട്. ഇതാണ് നമ്മളെ മാക്കിലേക്ക് ഐഫോൺ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോസ് ആപ്പിൽ അത് കാണിക്കുന്നതായിരിക്കും.
അവിടുന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഫുൾ ലൈബ്രറി മൊത്തം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാക്കിലേക്ക് കോപ്പി ചെയ്തിടാവുന്നതാണ്, അതായത് ബാക്കപ്പ് ചെയ്തിടാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പ് നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ ഐട്യൂൺസ് വഴിയാണ് ബാക്കപ്പ് എടുക്കുന്നതെങ്കിൽ ഫുൾ ഡേറ്റ, ഫോണിലുള്ള ഫുൾ ഡേറ്റയും നമ്മളെ ഐട്യൂൺസിൽ ഇൻക്ലൂഡിങ് വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ ബാക്കപ്പ് ആകുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഐട്യൂൺസ് മാത്രമായിട്ട് ബാക്കപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്ലൗഡ് ത്രൂ ആണ് വാട്സാപ്പ് ബാക്കപ്പ് ആകുന്നത്. സോ ഐക്ലൗഡിലേക്ക് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ തന്നെ ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്, അവിടുന്ന് നിങ്ങൾ ബാക്കപ്പ് കൊടുക്കുക. സോ ഐക്ലൗഡിലേക്ക് അത് ബാക്കപ്പ് ആകുന്നതായിരിക്കും. അവിടെ ഡേറ്റാസ് എല്ലാം കാണും. പ്രത്യേകിച്ച് നിങ്ങൾ പുതിയ iPhone 17 ഇനി താമസിക്കാതെ സ്വിച്ച് ചെയ്യുന്നവരാണ്, അപ്ഗ്രേഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മാക്കിൻ്റെ കാര്യമാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് PCയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3U ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ, അതിൽ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ലഭിക്കും. അതിലും ഈ പറഞ്ഞ പോലെ ഫോട്ടോ, വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. സോ ഡിവൈസ് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഐട്യൂൺസ് പേജ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഐട്യൂൺസിനകത്ത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സെർവറിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ iOS 26 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തോളൂ. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി. ഇനി അങ്ങനെ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് IPSW.me എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നമ്മളുടെ ഡിവൈസ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള OSൻ്റെ IPSW ഫയൽ ഡൗൺലോഡ് ചെയ്യാനാണ്. ഇതിൽ നമുക്ക് മാനുവലി IPSW ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഐട്യൂൺസിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആകുവാണ്. അതാണ് വ്യത്യാസമുള്ളത്. സോ നിങ്ങൾക്ക് മാനുവലി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് വഴി IPSW ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ മാക്കിൽ എൻ്റെ ഈ ഒരു iPhone 16 Pro ഞാൻ iOS 26 അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഐട്യൂൺസ് ഓപ്പൺ ചെയ്ത് ഓപ്ഷൻ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പോപ്പപ്പ് ആവും. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. ഇനി ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഡിവൈസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റിൻ്റെ സമയത്ത് ബ്രിക്കായി പോവുക, അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റക്കായി പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുന്ന കേബിൾസ്, പ്രത്യേകിച്ച് ഒന്നെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ കേബിൾ, ഫോണിൻ്റെ കൊടുത്ത് വന്ന കേബിൾ നല്ലതാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. ഇനി അതല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും കേബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ ബെൻഡായതോ അല്ലെങ്കിൽ ഡാമേജ് ഉള്ള കേബിൾസോ കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഡാമേജ്ഡ് കേബിൾസ് ഉപയോഗിക്കുമ്പോഴാണ് കണക്റ്റ് ആയാലൊന്നും കുഴപ്പമില്ലായിരിക്കും, പ്രോസസ്സിൻ്റെ ഇടയിൽ ഡിവൈസ് അങ്ങ് ബ്രിക്കായി പോവും അല്ലെങ്കിൽ സ്റ്റക്കായി പോവും, പിന്നെ എറർ അടിക്കും, അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാകും. ഇനിയിപ്പോൾ ഇൻ കേസ് അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സിനിടയിൽ ഡിവൈസ് ബ്രിക്കായി പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡിവൈസിനകത്തെ ഒരു ഡേറ്റ പോലും എവിടെയും പോയിട്ടില്ല. ഡിവൈസിൻ്റെ OS മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഡിവൈസിൻ്റെ ഡേറ്റയിൽ അൺടച്ച്ഡ് ആണ്. സോ ഡിവൈസിൻ്റെ ഡേറ്റ, നമ്മളുടെ യൂസർ ഡേറ്റ അത് അവിടെ തന്നെ കാണും, എങ്ങും പോകത്തില്ല. നിങ്ങൾ പേടിക്കാതെ നിങ്ങൾ ഡിവൈസ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ റിക്കവറി മോഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുക. അത് എക്സിറ്റ് ആകാൻ സിമ്പിളാണ്. നമ്മൾ ഈ പവർ ബട്ടണും വോളിയം റോക്കേഴ്സിൻ്റെ ഒക്കെ കോമ്പിനേഷനിൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ആകാൻ സാധിക്കും. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിലും അതിൻ്റെ സകല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിരവധി വീഡിയോ ഇതിനെപ്പറ്റിയുണ്ട്. റിക്കവറി മോഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് വീണ്ടും നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് റീകണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡേറ്റ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിക്കവറി മോഡിലേക്കോ അല്ലെങ്കിൽ ഡിവൈസ് ബ്രിക്ക് ആകുന്ന പ്രോബ്ലത്തിലേക്കോ പോകത്തില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡിലൂടെ നിങ്ങളുടെ ഡിവൈസ് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ OT അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഐട്യൂൺസ് ഉപയോഗിച്ച് ഒരു ക്ലീൻ ഇൻസ്റ്റലേഷൻ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ രണ്ട് മെത്തേഡും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് Milan. Catch you guys next one. Until then, peace.